രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾ നേരിട്ടത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രതികളായ ശാന്തൻ, പേരറിവാളൻ, മുരുകൻ എന്നിവർ സന്തോഷകരമായ ജയിൽ ജീവിതമാണ് നയിക്കുന്നതെന്നും യാതൊരു വിധത്തിലുമുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നില്ലെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വാദം. പ്രതികൾ ചെയ്തത് ഹീനകൃത്യമായതിനാൽ വധശിക്ഷ ഇളവ് ചെയ്യരുതെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 23 വർഷമായി ജയിലിൽ കഴിയുന്നവർ മാനസിക പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് പറയാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ദയാഹർജികളിൽ തീർപ്പുണ്ടാക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധിയില്ലെങ്കിലും ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമാകാതിരിക്കാൻ ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കണം. ദയാഹർജികളിൽ സമയബന്ധിതമായ തീർപ്പുണ്ടാക്കണമെന്ന കാര്യം പുതിയ ചട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. The court has said that they have commuted the death sentence to life. In law, life means life subject to remissions granted by the government under Article 161 and Section 433 of the CRPC. It's now in the hand of the state government to decide whether and when these particular prisoners will be released. 1991 കേസിനാസ്പദമായ സംഭവം. തുടർന്ന് 1998 പ്രതികളായ 4 പേർക്ക് വധശിക്ഷ വിധിച്ചു. കേസിൽ ഉൾപ്പെട്ട നളിനിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. 2000 ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇവരുടെ ദയാഹർജി എത്തി. 2005 രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം 2011 രാഷ്ട്രപതി ദയാഹർജി തള്ളുകയായിരുന്നു. ടാഡ പോട്ട നിയമപ്രകാരം തീവ്രവാദ കേസുകളിൽ ഉൾപ്പെട്ടവരുടെ വധശിക്ഷയ്ക്കും കാലതാമസം നേരിട്ടാൽ ഇളവ് നൽകാമെന്ന് സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു പ്രതികൾ പുതിയ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് പേരറിവാളൻ ഉൾപ്പെടെയുള്ളവരുടെ വധശിക്ഷ ഇളവ് ചെയ്തത്. പേരറിവാളൻ ഉൾപ്പെടെയുള്ളവരുടെ വധശിക്ഷ ജീവപര്യന്തമായി സുപ്രീം കോടതി കുറച്ചിരിക്കുന്നു. ഇവരെ വിട്ടയക്കണമെന്നുള്ള കാര്യത്തിൽ തമിഴ്നാട് സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയപരമായ ചർച്ചകൾക്കും ചലനങ്ങൾക്കും ഇത് വഴിവെക്കും. ഡൽഹിയിൽ നിന്നും ലിജോ വർഗീസ്, മീഡിയ 1.